കാഞ്ഞിരപ്പള്ളി സെയിന്റ് ഡൊമിനിക്സ് കത്തീഡ്രലിന്റെ നേതൃത്വത്തിൽ കൂവപ്പള്ളി മലബാർ കവലയിൽ നിന്നും ആരംഭിച്ച കുരിശിന്റെ വഴിയിൽ കൊടും ചൂടിനെ വകവയ്ക്കാതെ തീർത്ഥാടകർ 2 കിലോമീറ്റർ നീളമുള്ള കുത്തനെ കയറ്റമുള്ള കുരിശുവഴിയിൽ വിശ്വാസതീക്ഷ്ണതയോടെ പ്രാർത്ഥനാപൂർവ്വം പങ്കെടുത്തു. ബഹുസഹസ്രം തീർത്ഥാടകരെ ആകർഷിക്കുന്ന പുണ്യപുരാതന തീർത്ഥാടന കേന്ദ്രമാണ് കൂവപ്പള്ളി കുരിശുമല. 1910 സ്ഥാപിതമായ കൂവപ്പള്ളി കുരിശുമലയ്ക്ക് 115 വർഷത്തെ പാരമ്പര്യമുണ്ട്. സ്ലീവ പാതയ്ക്ക് കത്തീഡ്രൽ വികാരി ആർച്ച് പ്രീസ്റ്റ് ഫാദർ ഡോക്ടർ കുര്യൻ താമരശ്ശേരി, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ തോമസ് കുട്ടി ആലപ്പാട്ടുകുന്നേൽ, ഫാദർ ടോണി മുളങ്ങാശ്ശേരിൽ, കൂവപ്പള്ളി സെന്റ് ജോസഫ്സ് പള്ളി വികാരി ഫാദർ മാത്യു പുതുമന എന്നിവർ നേതൃത്വം നൽകി. മലമുകളിൽ കൂവപ്പള്ളി സെന്റ് ജോസഫ്സ് അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് ഇടയാകുന്നേൽ സന്ദേശം നൽകി. തുടർന്ന് നേർച്ചക്കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. ഭാരത അപ്പസ്തോലൻ വിശുദ്ധ തോമാസ് ലീഹായുടെ പ്രവർത്തന മേഖലയായിരുന്നു നിലയ്ക്കൽ പ്രദേശം. കാഞ്ഞിരപ്പള്ളിയിലെ പ്രബുദ്ധരായ പൂർവ്വ ക്രൈസ്തവർ തങ്ങളുടെ ജന്മഭൂമിയായ നിലയ്ക്കൽ പ്രദേശവും 14-ാം നൂറ്റാണ്ടിൽ നാമാവശേഷമായ പള്ളിയുടെ അവശിഷ്ടങ്ങളും കുരിശും സന്ദർശിക്കുക പതിവായിരുന്നു. പ്രാചീനമായ നിലയ്ക്കലെ കുരിശിൽ ഗ്രീക്ക് ഭാഷയിൽ ക്രിസ്തു എന്നർത്ഥം വരുന്ന XRI എന്നീ അക്ഷരങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. കുരിശിലെ ഈ അക്ഷരങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഗം അവർ അടർത്തിയെടുത്ത് 1916 കൂവപ്പള്ളി മലമുകളിൽ കുരിശിനടുത്ത് സ്ഥാപിക്കുകയുണ്ടായി. 1920 മലമുകളിലെ മരക്കുരിശു മാറ്റി പകരം മനോഹരമായ കൽക്കുരിശ് സ്ഥാപിക്കപ്പെട്ടു. കാഞ്ഞിരപ്പള്ളി നിവാസികളുടെ ജന്മസ്ഥലമായ നിലയ്ക്കലുമായി കൂവപ്പള്ളി കുരിശുമലയ്ക്ക് അഭേദ്യമായ ബന്ധമുണ്ട്. ഭക്തജനങ്ങളുടെ കാര്യസാധ്യങ്ങൾക്കായി നേർച്ച കാഴ്ചകൾ ഇവിടെ അനുഷ്ഠിച്ചു വരുന്നു. കല്ല് ചുമന്ന് മല കയറുക, പൊരി നേർച്ച, പാളയും തൈരും, കുരുമുളക് നേർച്ച, തലവേദന സംബന്ധിച്ച അസ്വസ്ഥതകളുള്ളവർ മല അടിവാരത്തു നിന്ന് കലത്തിൽ വെള്ളം ചുമന്ന് മലമുകളിലെത്തിക്കുക എന്നീ നേർച്ചകൾ പണ്ടു മുതലേ അനുഷ്ഠിച്ച് രോഗശാന്തിയും കാര്യസാധ്യതയും ഭക്തജനങ്ങൾ തേടിവരുന്നു. 1963 കൂവപ്പള്ളി മല ഒരു കുരിശുമലയായി പ്രഖ്യാപിക്കപ്പെട്ടു. അക്കാലം മുതൽ നോമ്പിലെ വെള്ളിയാഴ്ചകളിൽ മലകയറ്റവും പുതുഞായറാഴ്ചകളിൽ കുരിശുമലയിൽ ആഘോഷപൂർവകമായ ദിവ്യബലി അർപ്പിക്കുവാനും ആരംഭിച്ചു. 1940 കുരിശുമലയിലേക്ക് കുരിശിന്റെ വഴി അടിവാരത്തു നിന്നും നടത്തുന്നതിന് 14 കുരിശുകളും ഇവിടെ സ്ഥാപിക്കപ്പെട്ടു. നോമ്പാചരണത്തിന്റെ ഭാഗമായി നടക്കുന്ന ഈ മലകയറ്റങ്ങൾ നമ്മുടെ മനസ്സുകളെ ഏറെ ഭക്തിസാന്ദ്രമാക്കട്ടെ.